എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ ഒരു പ്രധാന ഘടകത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതായത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സൈൻ വേവ് ഇൻവെർട്ടർ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 36 വോൾട്ട്, 48 വോൾട്ട്, അതിന് മുകളിലോട്ട് വരുന്ന ബാറ്ററികളൊക്കെ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറുകളാണെങ്കിൽ, അതായത് പവർ സോഴ്സ് ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ ആണെങ്കിൽ, അതുമല്ലെങ്കിൽ സോളാറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഹെവി ലോഡ് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റം ഉപയോഗിക്കുന്ന ഇൻവെർട്ടറുകളിലാണെങ്കിലും ഈ ഒരു സർക്യൂട്ടിൻ്റെ ആവശ്യമുണ്ട്. 48 വോൾട്ട് അല്ലെങ്കിൽ 36 വോൾട്ട് ആണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്തിട്ട് 13.5 അല്ലെങ്കിൽ 12 വോൾട്ടിൽ എത്തിക്കുന്ന ഒരു SMPS സർക്യൂട്ട് എങ്ങനെയാണ് A to Z അസംബിൾ ചെയ്ത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻവെർട്ടറിൽ ഉപയോഗിക്കാവുന്നത്. ഈ ഒരു SMPS വാങ്ങണമെങ്കിൽ വളരെയധികം പൈസ ചിലവാക്കേണ്ടിയിരിക്കുന്നു. ഏകദേശം 500 രൂപ അടുത്ത് തന്നെ ഇതിന് കോസ്റ്റ് വരുന്നുണ്ട്. അത്രയും ക്വാളിറ്റിയുള്ള സ്പെയർ പാർട്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സർക്യൂട്ട് ഇവിടെ ചെയ്യുന്നത്. 24 വോൾട്ടിൻ്റെ 2 ബാറ്ററിയുടെ സിസ്റ്റമാണെങ്കിൽ നോർമൽ റേഞ്ചുള്ള ബക്ക് കൺവേർട്ടറൊക്കെ കിട്ടും. പക്ഷേ 3 ബാറ്ററിയോ 4 ബാറ്ററിയോ ഒക്കെ വരുമ്പോൾ ഈ സാധാരണ ബക്ക് കൺവേർട്ടർ ഇതിന് മതിയാകാതെ വരും. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബക്ക് കൺവേർട്ടറാണ്. 24 വോൾട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അത് ഇമ്പോർട്ടഡ് ആണ്, ചൈനയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നമാണ്. പക്ഷേ 48 വോൾട്ടിൽ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള SMPS ഒന്നും നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ ഇതേപോലെ അസംബിൾ ചെയ്ത് മാർക്കറ്റിൽ കിട്ടുന്ന SMPS ആണ്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് അസംബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ കമ്പോണൻറ്റും നമ്മൾ ഇത് അസംബിൾ ചെയ്യുമ്പോൾ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന SMPS സർക്യൂട്ട് 4 ബാറ്ററി ഉപയോഗിക്കുന്ന തരത്തിലുള്ള SMPS സർക്യൂട്ടാണ് ഇവിടെ ചെയ്യുന്നതെങ്കിലും ഈ ഒരു സർക്യൂട്ടിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ 36 വോൾട്ടിൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ 3 ബാറ്ററിയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിലോ ഇഷ്ടമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും, കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് PCB4 ഹെവി ഡ്യൂട്ടി സൈൻ വേവ് ഇൻവെർട്ടർ SMPS. 24 വോൾട്ട്, 36 വോൾട്ട്, 48 വോൾട്ട്. ഇത് എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി തന്നെ എന്ന് പറയാം. കാരണം നമ്മളിത് A to Z നിർമ്മിച്ചെടുക്കുന്നത് കൊണ്ട് ബക്ക് കൺവേർട്ടറിനേക്കാളെ 100 ഇരട്ടി എഫക്റ്റ് ഇതിനുണ്ടാകുന്നതാണ്. ഈ ചെയ്യാൻ പോകുന്ന PCBയുടെ ഒരു ലേഔട്ടാണ്. അപ്പോൾ ഈ ലേഔട്ട് നോക്കി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു SMPS ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു SMPSൽ 24 വോൾട്ടിനും 36 വോൾട്ടിനും 48 വോൾട്ടിനും ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. 24 വോൾട്ട് സിസ്റ്റത്തിന് പിന്നെ ബക്ക് കൺവേർട്ടർ മതിയാവുമെങ്കിലും 36-നും 48-നും നിർബന്ധമായിട്ടും ഇതേപോലത്തെ SMPS സർക്യൂട്ട് ആവശ്യമാണ്. അപ്പോൾ അതിൽ വരുന്നത് ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ ആണ്. ഇവിടെ ഇട്ടിരിക്കുന്ന ഈ 2 വാട്ട് റെസിസ്റ്ററിൻ്റെ വാല്യൂയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മാത്രം മതി ഇത് നേരെ 36 വോൾട്ടിലോട്ട് പോകുന്നതാണ്. ഇനിയിപ്പോൾ ഇത് മാറ്റിയില്ലെങ്കിൽ 36 വോൾട്ടിൽ പ്രവർത്തിക്കുമെങ്കിലും ചിലപ്പോൾ ലോഡ് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറച്ച് വെച്ചാൽ മാത്രം മതി. നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ പാർട്സ് ലിസ്റ്റാണ്. പാർട്സ് ലിസ്റ്റ് ഫോർ DSP സൈൻ വേവ് ഇൻവെർട്ടർ SMPS 36-48 വോൾട്ട്. അത് നേരെ 12 വോൾട്ടിലോട്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഈ SMPS ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻവെർട്ടറിൻ്റെ മോസ്ഫെറ്റ് സെക്ഷൻ എല്ലാം വർക്ക് ചെയ്യുന്നതും അതേപോലെ പ്രോഗ്രാം സെക്ഷനിലോട്ടൊക്കെ പോകുന്നതും 12 വോൾട്ടും 5 വോൾട്ടുമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും 48 വോൾട്ട് 36 വോൾട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് 12 വോൾട്ടിലോട്ട് ആക്കേണ്ട ആവശ്യമുണ്ട്. അതിനാണ് ഈ ഒരു വലിയ സർക്യൂട്ട് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ സർക്യൂട്ട് ഉപയോഗിക്കാൻ കാരണം ഹൈ ആംബിയറിലുള്ള ഹൈ വോൾട്ടേജ് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇതിൽ വരുന്ന കമ്പോണൻസ് ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. റെസിസ്റ്ററുകളാണ്. റെസിസ്റ്ററുകൾ MF റെസിസ്റ്ററുകൾ ഉപയോഗിക്കുക. അത് 2 വാട്ടുണ്ട്, 1/4 വാട്ടുണ്ട്. ഒന്നാമത്തത് 22 ഓം ക്വാർട്ടർ വാട്ട് ഒരെണ്ണം, 47K ക്വാർട്ടർ വാട്ട് ഒരെണ്ണം, 22K ക്വാർട്ടർ വാട്ട് ഒരെണ്ണം, 470K ക്വാർട്ടർ വാട്ട് ഒരെണ്ണം, 470 ഓം 2 വാട്ട് ഒരെണ്ണം, 22K 2 വാട്ട് ഒരെണ്ണം, 3.3 ഓംസ് ഒരെണ്ണം, 1K ക്വാർട്ടർ വാട്ട് ഒരെണ്ണം, 4K 7 ക്വാർട്ടർ വാട്ട് 2 എണ്ണം. അടുത്തതായിട്ട് ഡയോഡാണ് വരുന്നത്. ഡയോഡിൽ വരുന്നത് MUR 460 ഒരെണ്ണം, IN 540 ഒരെണ്ണം. IC ബേസ് 8 ലെഗിൻ്റെ ഒരു IC ബേസും ഒരു 8 പിന്നുള്ള ICയും UC 3845 എന്ന് പറയുന്ന നമ്പറിലുള്ള IC ആണ് ഈ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഹീറ്റ് സിങ്ക്
മോസ്ഫെറ്റിന് വേണ്ടിയുള്ള ഹീറ്റ് സിങ്ക് ആണ്. മോസ്ഫെറ്റ് വരുന്നത് IRF 740 ആണ്. അടുത്തായിട്ട് വരുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. 22 MUF 160 വോൾട്ട് ഒരെണ്ണം, 22 MUF 40 വോൾട്ട് ഒരെണ്ണം, 1000 MUF 25 വോൾട്ട് ഒരെണ്ണം. അടുത്തത് ഡിസ്ക് അല്ലെങ്കിൽ ബോക്സ് കപ്പാസിറ്റർ. അപ്പോൾ ഡിസ്ക് കപ്പാസിറ്റർ 104 3 ബോക്സ് കപ്പാസിറ്റർ 332J 100 വോൾട്ടിന്റെ ഒരെണ്ണം, അതേപോലെ 471 PF ബ്ലൂ കപ്പാസിറ്റർ 3 ഇതാണ് ഇതിൽ വരുന്ന കമ്പോണൻസ്. വളരെ നിസ്സാരമായിട്ടുള്ള കമ്പോണൻസ് ആണ് ഇതിൽ വരുന്നത്. കൂടാതെ ഇതിൽ വരുന്നത് ഒരു SMPS ട്രാൻസ്ഫോമറുമാണ്. ഈ കാണുന്നതാണ് PCB. അപ്പോൾ ഇവിടെ SMPSന്റെ PCB എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് ട്രാൻസ്ഫോമർ വരുന്നത്. അതായത് ഈ കോർ 2525 എന്ന നമ്പറുള്ള ട്രാൻസ്ഫോമറാണ്. ഒരു പ്രൈമറിയും ഒരു സെക്കൻഡറിയുമാണ് ഇതിനുള്ളത്. ഈ ഭാഗത്ത് MUR ഡയോഡ് ഉണ്ട്. ഈ ഭാഗത്ത് IN 540 ഡയോഡ് ഉണ്ട്. ഇവിടെ 2 വാട്ട് റെസിസ്റ്ററുകളാണ്. ഇവിടെ മോസ്ഫെറ്റ് ആണ്. ഇവിടെ IC, ഇവിടെ ക്വാർട്ടർ വാട്ടർ റെസിസ്റ്ററുകളും. ഇവിടെ ഇതിൻ്റെ പുറത്തോട്ട് എടുക്കാനുള്ള ഇൻ ഔട്ട് കണക്ടറുകളാണ്. അത് കണക്ടർ ഇല്ലെങ്കിലും ഡയറക്റ്റ് വയർ സോൾഡർ ചെയ്തെടുത്താൽ മതി. ഇത് നല്ല ഹൈ ക്വാളിറ്റിയുള്ള PCB ആണ്. ഈ PCB വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന PCB തന്നെയാണിത്. ഈ ഒരു PCBയിൽ വേണ്ട കമ്പോണൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് അതിൻ്റെ 3 കളർ കോഡുള്ള വയറാണ്. റെഡ്, യെല്ലോ, ബ്ലാക്ക്. റെഡ് വരുന്നത് 12 വോൾട്ടിലോട്ട് കൊടുക്കുവാനും, യെല്ലോ വരുന്നത് 36 വോൾട്ടോ 48 വോൾട്ടോ 24 വോൾട്ടൊക്കെ കൊടുക്കുവാനാണ്. ബ്ലാക്ക് വരുന്നത് ഗ്രൗണ്ട് ആണ്. ഈ ഒരു കളർ കോഡായിരിക്കും ഇൻവെർട്ടറിൻ്റെ മദർ ബോർഡിൽ വരുന്ന. ഇതായിരിക്കും അതിൽ എഴുതിയിരിക്കുന്നത് YBR എന്നാണ്. അപ്പോൾ ഈ Y എന്നുള്ളത് യെല്ലോയും, B എന്നുള്ളത് ബ്ലാക്കും, R എന്നുള്ളത് റെഡുമാണ്. അപ്പോൾ ഈ YBR ആണ് ഈ ഭാഗത്ത് വരുന്നത്. ഇതേപോലെ തന്നെയാണ് ഇൻവെർട്ടറിൻ്റെ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇത് കണക്ട് ചെയ്യുക, മാറിപ്പോകരുത്. ഇൻപുട്ടും ഔട്ട്പുട്ടും ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഇൻവെർട്ടറിലോട്ട് കൊടുക്കുവാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ വേണ്ട കമ്പോണൻസ് ആയ ട്രാൻസ്ഫോമർ ആണിത്. ഇത് 48 വോൾട്ടിനുള്ളതാണ്. ഈ കോറിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബോബിൻ, ഇതാണ് ഇതിൻ്റെ ഈ കോർ. ഈ ബോബിൻ നമ്മൾ ഈ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്തെടുത്ത ശേഷമാണ് ഇതിൽ ഈ കോറെല്ലാം സെറ്റ് ചെയ്ത് തെർമൽ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് ഇതേപോലെ ആക്കിയിരിക്കുന്നത്. ഇത് മോസ്ഫെറ്റിന് വരുന്ന ഹീറ്റ് സിങ്ക് ആണ്. ഇതാണ് ഇതിൻ്റെ മോസ്ഫെറ്റ്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. ഇതാണ് UC 3845 IC, 3 2 വാട്ട് റെസിസ്റ്റർ, ഡയോഡ് 2 ഡയോഡ് വലുത്, ഒരു ചെറിയ ഡയോഡ്, ബോക്സ് കപ്പാസിറ്റർ ഒരെണ്ണം, 104 കപ്പാസിറ്റർ ഒരെണ്ണം, 471 ബ്ലൂ കപ്പാസിറ്റർ 3 അതേപോലെ ക്വാർട്ടർ വാട്ടർ റെസിസ്റ്ററുകളും. ഇത്രയുമാണ് ഇതിന് അസംബിൾ ചെയ്യാൻ വേണ്ടത്. നമുക്കിനി ഇത് അസംബിൾ ചെയ്തെടുക്കാം. ഈ ഒരു ബോർഡ് നമ്മൾ അസംബിൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കമ്പോണൻസ് എല്ലാം വെച്ച് അസംബിൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതാണ് ഔട്ട്പുട്ട് വയർ, ഇൻപുട്ട് വയർ. ഇവിടെ നമ്മൾ സോൾഡർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചെറിയ കമ്പോണൻസ് ആയ റെസിസ്റ്ററുകൾ, ചെറിയ ഡയോഡ്, അതേപോലെ കപ്പാസിറ്റർ എന്നിവ ഇടാം. കമ്പോണൻസ് എല്ലാം പാർട്സ് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയത് കൊണ്ട് നമ്മൾ ഓരോ കമ്പോണൻസും ഇടുമ്പോൾ പറയുന്നില്ല. മുമ്പ് ഇൻവെർട്ടറൊക്കെ ചെയ്ത മാതിരി അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ റെസിസ്റ്ററുകളെല്ലാം ആദ്യം ഇടുക. അതേപോലെ ഇതിൽ വരുന്ന ജമ്പറുകളുണ്ട്. അപ്പോൾ ജമ്പറുകളെല്ലാം നോക്കി നിങ്ങൾ ഇടുക. ആ കമ്പോണൻസ് ലിസ്റ്റും ഇതിൻ്റെ ലേഔട്ട് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓരോ കമ്പോണൻസ് ഇടുമ്പോൾ അതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് ഫൈനലി പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല.
ഈ ബോർഡിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ 4 ബാറ്ററിയുടെ അതായത് 48 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇൻപുട്ട് വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. 49 വോൾട്ട് ഇൻപുട്ട് ഇതിലോട്ട് പാസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ടിൽ എത്ര വോൾട്ട് വരുന്നുണ്ടോയെന്ന് നോക്കാം. 13.3 വോൾട്ടാണ് വരുന്നത്. നമുക്കിതിൽ കൊടുക്കാവുന്നത് 12 മുതൽ 15 വോൾട്ട് വരെയാണ് മോസ്ഫെറ്റ് സൈഡിലോട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് ഏകദേശം 13.3 വോൾട്ട്, 12നും 15നും ഇടയ്ക്കുള്ള വോൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സൈൻ വേവ് ഇൻവെർട്ടർ അല്ലെങ്കിൽ ഹയർ കെവിക്ക് ഉപയോഗിക്കുന്ന SMPS സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.